കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. Welcome to Nolta and Devon co-present Ondannu Ruji, co-powered by Gold Winner and Sun Tips. Special partner Amion, dairy partner Paishi Milk Products and our interior design partner Psycho Designs. നമസ്കാരം കൂട്ടുകാരെ, ഒന്നൊന്ന രുചിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്നത്തെ പോലെ ഇന്നും നമുക്കൊരു അതിഥിയുണ്ട്. ഈ അതിഥി നിങ്ങളെല്ലാവരും അറിയും. ബഹുമുഖ പ്രതിഭയാണ്, ആങ്കറാണ്, എഴുത്തുകാരിയാണ്, അഭിനേത്രിയാണ്. നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ അശ്വതി ശ്രീകാന്ത്. സ്വാഗതം. നമസ്കാരം. നമസ്കാരം. കുറെ നാളായിട്ട് കാണണമെന്ന് വിചാരിച്ചു. ഞാനും കുറെ നാളായിട്ട് കാണണമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാളാണ്. ഇൻസ്പയറിംഗ് സ്റ്റോറീസ് ഒക്കെ കേട്ടിട്ട് നേരിട്ട് കാണണമെന്ന് വിചാരിച്ചിരുന്നു. താങ്ക് യു സോ മച്ച്. ആദ്യം തന്നെ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് എന്താണെന്ന് ഉണ്ടാക്കാൻ പോകുന്നത്? ഇതിപ്പോ ചക്കയുടെ സീസൺ ആണല്ലോ. അതെ. അപ്പോ അതുകൊണ്ട് തന്നെ ഒരു ചക്കപ്പുഴുക്ക് അങ്ങോട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഇടുക്കിക്കാരിയാണ്, തൊടുപുഴക്കാരിയാണ്. ഇനി വേറെ സ്റ്റോറി ഒന്നും പറയണ്ട, ചക്ക ഉണ്ടാക്കുന്ന പറഞ്ഞാൽ മതി. ഇടുക്കിക്കാരിയാണ്. ഓക്കെ, നമുക്ക് നേരെ ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം. അശ്വതി, ചക്കപ്പുഴുക്കിന്റെ എല്ലാ ഇൻഗ്രീഡിയൻസും എത്തിയിട്ടുണ്ട്. നല്ല വരിക്ക ചക്ക, തേങ്ങാപ്പീര, ചുവന്നുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, മഞ്ഞപ്പൊടി, ഉപ്പ്. അപ്പം നമുക്ക് ചക്കപ്പുഴുക്ക്. തൊടുപുഴക്കാരിയാണ്. തൊടുപുഴക്കാരുടെ കാര്യം ഇടുക്കി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ചക്ക, കപ്പ എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ സ്റ്റാപ്പിൾ. വേറെ ഓരോ സ്ഥലത്ത് മീനായിരിക്കും മെയിൻ, ചിലയിടത്ത് ഇറച്ചി, ഇതൊക്കെ ആയിരിക്കും. ഇവരുടെ നാട്ടിൽ ഒന്നുമില്ലേ ചക്ക കാണും, അല്ലെങ്കിൽ കപ്പ കാണും. ഇനി ഇത് രണ്ടും ഇല്ലാത്ത സീസണിൽ ഉള്ള കപ്പ ഉണക്ക ഇങ്ങനെ വെച്ചിരിക്കുകയായിരിക്കും. ഉണക്ക മീനും ഉണക്ക കപ്പയൊക്കെ കഴിച്ച് നല്ല ആ സ്ഥലത്തോട്ട് പോയാൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ഈ സാധനങ്ങൾ കഴിക്കാണ്ടിരിക്കുക. നമ്മുടെ കേരളത്തിന്റെ ഔദ്യോഗികമായ ഫലമായിട്ട് ഈ അടുത്ത കാലത്ത് വെച്ച ചക്ക വെച്ചിട്ടുള്ള പുഴുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ പക്ഷേ അതിൻ്റെ ഒറിജിനൽ റെസിപ്പി ഇപ്പോൾ തൊടുപുഴയിലൊക്കെ ഉള്ളവരുടെ ഈ ചക്കപ്പുഴുക്കൊക്കെ നമുക്ക് അത് നമുക്ക് കാണാം അല്ലേ? ഇതാരുടെ റെസിപ്പി? അമ്മ ഉണ്ടാക്കിയതാണ്. ഇത് അമ്മ, അമ്മൂമ്മ ഒക്കെ കാലങ്ങളായിട്ട് ഉണ്ടാക്കിയ റെസിപ്പിയാണ്. എനിക്കൊന്ന് കേരളത്തിന്റെ വേറെ ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ചക്ക കറിയായിട്ടൊക്കെയാണ് കൂട്ടുക അല്ലേ? കുറച്ചൊരു തൊടുകറി പോലെയൊക്കെ സൈഡിലൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചക്കയുടെ സീസൺ ആയി കഴിഞ്ഞാൽ രാവിലത്തെ നമ്മുടെ മെയിൻ ഫുഡ്, അല്ലെങ്കിൽ രാത്രി ഡിന്നറിന് ഉറപ്പായിട്ടും ചക്കേന്റെ കൂടെ എന്തെങ്കിലും ചിക്കനോ അല്ലെങ്കിൽ ചിലപ്പം മത്തിക്കറിയോ. നിങ്ങൾ വെറുതെ കൊതി പിടിപ്പിക്കാൻ പോയെ. വെറുതെ ഞാനിത് അറിഞ്ഞു. ഞാൻ ആദ്യം ഈ റെസിപ്പി കണ്ടപ്പോൾ കരുതി ചക്കപ്പുഴുക്കെന്ന് വെച്ചപ്പോൾ അതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് മീൻകറിയോ ഇറച്ചി. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ ചക്കപ്പുഴുക്ക് മാത്രമായതിൻ്റെ ഒരു സങ്കടമുണ്ട്. എന്നാലും എനിക്ക് സത്യം പറഞ്ഞാൽ ഷെഫിന്റെ മുന്നിൽ നിന്നിട്ട് മീൻകറി ഇറച്ചിക്കറി വെക്കാൻ എങ്ങനെ ധൈര്യം വരും? അതുകൊണ്ടാണ് ഞാൻ ചക്കയിൽ പിടിച്ചത്. ഓക്കെ, അപ്പോൾ ഏറ്റവും സേഫായിട്ട് കംഫർട്ട് ഫുഡ് തന്നെ അങ്ങ് ഇറക്കിയിരിക്കുകയാണ്. അതാകുമ്പോൾ പിന്നെ ജനിച്ച് ആദ്യം ഓർമ്മ വെച്ചതാണ്. ഇവരൊക്കെ സാധാരണ നമ്മുടെയൊക്കെ നാട്ടിലുള്ളവർക്ക് ഈ ചോറൂണെന്നൊക്കെ പറഞ്ഞ സംഭവമുണ്ട്. അപ്പോൾ അതിന് നമ്മൾ അമ്പലത്തിലൊക്കെ കൊണ്ടുപോയി അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളവർക്ക് ആദ്യമായിട്ട് കൊടുക്കുന്നത്. ഇവർക്ക് ചക്കയോ കപ്പയോ ഇടുക്കിയിൽ ജനിച്ച ദിവസം മുതൽ ചക്കയോ കപ്പയോ കൊടുത്ത് വളർത്തിയ ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് കഴിച്ച് ശീലിച്ച ഭക്ഷണമാണ് നമുക്കെല്ലാം പ്രിയപ്പെട്ടാണ്. അപ്പൊ അത് നമുക്ക് എങ്ങനെയാണ് തുടങ്ങുന്നത്? നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ചക്കയുണ്ട്. നമ്മൾ കുരുവൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത ചക്ക. ചിലര് കുരു ഇതിന്റെ കൂടെ ഇട്ട് വേവിക്കാറുണ്ട്, ചക്കക്കുരു കൂടി ഇടാറുണ്ട്. ഇപ്പൊ നമ്മൾ ചക്ക മാത്രം എടുത്തിട്ടുണ്ട്, ചക്ക ചുള ക്ലീൻ ചെയ്തത്. അപ്പൊ അതരിഞ്ഞ് നമ്മൾ കുറച്ച് ഉപ്പും വെള്ളവും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് നമ്മൾ വേവിക്കാം. എന്നിട്ട് നമുക്ക് സംസാരം തുടങ്ങാം. എനിക്ക് തോന്നുന്നത് ഇതൊന്നും ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് കൊടുക്കണം. അങ്ങനെ ചക്ക മൊത്തം അരി തീർന്നു. കുറച്ച് വെള്ളം ഒഴിക്കുന്നു. കാണുന്ന പോലെ ഓരോ ചക്കയ്ക്കും ഓരോ വേവൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ കുറച്ച് വെള്ളം മതി. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൊണ്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് സോഫ്റ്റ് ആയ ചക്കയാ, പെട്ടെന്ന് വേവും. അതുകൊണ്ട് അധികം വെള്ളം വേണ്ട. ഉപ്പ്, കുറച്ച് മഞ്ഞപ്പൊടി. അരപ്പിനകത്ത് കുറച്ചും കൂടെ മഞ്ഞപ്പൊടി ഇടും, എന്നാലും ഇരിക്കട്ടെ. നമുക്കിത് വേവിക്കാം. ഇത് അടച്ചു വെച്ചാൽ വേവിക്കാം. ഇത് അടച്ചു വെച്ച് വേവിക്കാം. അത് വേവുന്ന സമയത്ത് അരപ്പിന് എന്തൊക്കെയാണ് വേണ്ടത്? അരപ്പിന് നമുക്ക് കുറച്ച് തേങ്ങാപ്പീര വേണം, അതുപോലെ കുറച്ച് ചെറിയുള്ളി, കുറച്ച് ജീരകം, പച്ചമുളക്, വെളുത്തുള്ളി, കാന്താരി വേണമെങ്കിലും അരക്കാട്ടോ. കുറച്ച് വെളുത്തുള്ളി ഇതിനകത്തോട്ട് ഇട്ടോ. ഞാൻ ഇപ്പൊ തന്നെ അരച്ചു തരാം. അപ്പോഴത്തേക്ക് ചക്ക ഇത് മതി. തേങ്ങ, ബാക്കിയുള്ള മസാല ഇട്ടോളൂ. ചെറിയുള്ളി, ലേശം ജീരകം. ജീരകമാണ് അതിനൊരു ടേസ്റ്റ് വരുന്നത്, ഫ്ലേവർ കൊടുക്കാം. പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി ഒരു ഫ്ലേവറിന് മാത്രം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബാക്കി മഞ്ഞപ്പൊടി. ഇതിനകത്ത് വെള്ളം ഒഴിക്കണോ വെള്ളം ഒഴിക്കാണ്ട് ചതച്ചെടുക്കണം? ജസ്റ്റ് ഒറ്റ ഒരു ക്രഷ് മതി, അവിയലിന്റെ പരുവം. അവിയലിന്റെ പരുവം. അപ്പൊ ഇത് ചക്ക ആദ്യം ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞ്
കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിക്കുന്നു. അതിനോടൊപ്പം തന്നെ ആ ചക്കയുടെ അളവിനനുസരിച്ച് ഇതൊരു കാമുറി തേങ്ങയുണ്ട്, തിരിങ്ങിയ കാമുറി തേങ്ങയ്ക്കകത്ത് ഒരു 3 ചുവന്നുള്ളി, ചെറിയ സ്പൂൺ ജീരകം, ലേശം വെളുത്തുള്ളി, 2 പച്ചമുളക്, അല്പം മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് നമ്മുടെ അവിയലിൻ്റെ പരുവത്തിൽ വെള്ളം തൊടാതെ മിക്സിക്കകത്തൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരൊറ്റ അടി അടിച്ചാൽ മതി. ബാക്കി ഇതിങ്ങനെ അതിനകത്ത് പെരട്ടിയെടുക്കുന്ന പരിപാടി. അപ്പോൾ ഇത് അരച്ചോണ്ട് വരാം. അപ്പോൾ ചക്ക വേവുന്ന സമയത്ത് ഇനി വിശേഷങ്ങൾ പറയണം. അതിനെ മാനേജ് ചെയ്യണം. അങ്ങനെ ഒരു ഭയങ്കര ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള സമയത്ത് നിങ്ങളുടെ സ്കില്ലുകൊണ്ട് രക്ഷപ്പെട്ട സമയം എന്താണ്? അല്ലെ, സ്കില്ലുകൊണ്ടല്ല, ചില സമയത്ത് നമുക്ക് ചില ഇൻറ്റ്യൂഷൻസ് ഉണ്ടാവും. അല്ലെ, ഇതിങ്ങനെ നമ്മൾ ചെയ്യേണ്ട, അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ ഒരു ഇൻറ്റ്യൂഷൻ കൊണ്ട് രക്ഷപ്പെട്ടൊരു കാര്യം പറയാം. ഞാനൊരു വേദി ഹോസ്റ്റ് ചെയ്യാണ്. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറ് ആ ഒരു മന്ത്രിസഭ ആദ്യത്തെ പ്രാവശ്യം അധികാരത്തിലേറ്റ സമയമാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹമുള്ള വേദിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു നെഞ്ചെടുപ്പ് കൂടും. ഒരു ആങ്കറെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അങ്ങനെ ഒരു വേദി ഹാൻഡിൽ ചെയ്യുമ്പോൾ നമുക്കൊരു ടെൻഷൻ കൂടും. ഞാൻ ആ ഒരു പിരിമുറുക്കത്തോടെയാണ് സ്റ്റേജിൽ നിൽക്കുന്നത്. പുതിയ മന്ത്രിസഭയിലെ ഒരുപാട് മിനിസ്റ്റേഴ്സ് വേദിയിലുണ്ട്. അപ്പൊ ആ സമയത്ത് ഇവരുടെ ഒക്കെ പേരുകൾ നമ്മൾ ഫെമിലിയർ ആയി വരുന്നേ ഉള്ളൂ. പുതിയ മന്ത്രിമാരുടെ ഏതൊക്കെ വകുപ്പുകളാണ് ആർക്കൊക്കെ ആണെന്നുള്ളത്. അപ്പൊ ആ സമയത്ത് എൻ്റെ അടുത്ത് ബാക്ക് സ്റ്റേജിൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു, എക്സ് മിനിസ്റ്റർ വന്നിട്ടുണ്ട്, പേര് വിളിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ എക്സ് മിനിസ്റ്റർ വന്നിട്ട് ഞാൻ ഈ പേര് വായിച്ചിട്ട് എനിക്കൊരു എക്സ് മിനിസ്റ്ററിന്റെ പേരായിട്ട് തോന്നുന്നില്ല. പക്ഷെ എനിക്ക് ഇങ്ങനൊരു മിനിസ്റ്റർ ഉണ്ടായിരുന്നോ കഴിഞ്ഞ മിനിസ്റ്ററിൽ നിന്ന് എനിക്കൊരു ഓർമ്മ കിട്ടുന്നില്ല. പക്ഷെ പുള്ളി ഈ എക്സ് എന്ന് എഴുതിയിട്ട് എക്സ് മിനിസ്റ്റർ വായിച്ചോ എന്ന് എനിക്ക് പിന്നീട് ഇൻസ്ട്രക്ഷൻ തരുന്നുണ്ട്. അപ്പം പിണറായി വിജയൻ സാറ് സ്റ്റേജിലുണ്ട്. ഞാനത് പറയണോ വേണ്ടെന്ന് ആലോചിച്ചിട്ട് എനിക്ക് എന്തോ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നുണ്ട്, ഇതങ്ങനെ പറയണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട മന്ത്രി വേദിയിലേക്ക് വരുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞു. അദ്ദേഹം വേദിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ പോയിട്ട് ഒന്നും കൂടെ ചെക്ക് ചെയ്തു. അത് ആക്ച്വലി എക്സൈസ് മിനിസ്റ്റർ ആയിരുന്നു. എക്സൈസ് മിനിസ്റ്ററെ ഇത്രയും പേരെടുക്കുന്ന വേദിയിൽ ഇരുന്നിട്ട് ഞാനൊരു മുൻ മന്ത്രി വരുന്നോടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ലേ. അപ്പം അങ്ങനെയൊക്കെ ചില ക്രൈസിസുകൾ അന്നേരം അത് എടുത്തില്ലായിരുന്നില്ലേ. നമ്മൾ അത്ര കൺഫേം ചെയ്തിട്ട് നമ്മൾ ചില കാര്യങ്ങൾ വേദിയിൽ പറയാം. ഒരു ഡൗട്ടിന്റെ പുറത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ, അതും ഇന്നത്തെ കാലമാണ്, നമ്മൾ ആജീവന
ഇഷ്ടമുള്ള കാര്യം. നമ്മുടെ ചക്ക വിജയിച്ചു നോക്കാം. ചക്ക ഇങ്ങനെ വെന്ത് ചക്ക നമുക്ക് ആക്ച്വലി കുക്കറിൽ വേവിക്കാട്ടോ. കുക്കറിലാകുമ്പോൾ വളരെ കുറച്ച് വെള്ളം മതി. നമുക്കൊന്ന് അതിന്റെ ആ ജലാംശം അതെ, കുക്കറിൽ ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് 1-2 വിസിലിൽ നല്ലോണം വെന്ത് കിട്ടും. നമുക്ക് അരപ്പിട്ടിട്ട് ഒന്ന് അടച്ചു വെക്കാൻ തോന്നുന്നു. പിന്നെ അരപ്പിട്ടിട്ട് ഒന്ന് തട്ടിക്കൂട്ടി വെക്കാം. അതെ അതെ, ചക്ക ഒരു മുക്കാൽ വേവായി. ഓക്കെ, മുക്കാൽ വേവായി. ഈ തൊടുപുഴയിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷ് ആണ് വീട്ടിൽ? ഇപ്പൊ ചക്ക ഇതൊക്കെ എന്നാലും നിങ്ങളുടെ ഒരു മിക്കവാറും ഒക്കെ ഉണ്ടാക്കി കഴിക്കാറുള്ള സംഭവം എന്തൊക്കെയാണ്? ഏറ്റവും കൂടുതൽ വീട്ടിൽ ഇപ്പൊ ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും ഉണ്ടാവുന്ന ഒരു ഡിഷ് എന്ന് പറയുന്നത് ഈ ചക്കപ്പുഴുക്കും മീൻകറി അല്ലെങ്കിൽ കപ്പപ്പുഴുക്കും മീൻകറി ഒക്കെ. ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കും. ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കും. കപ്പ മിക്കപ്പോഴും ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാവാറുണ്ട്. അത് പലതരത്തിൽ. ഈ ഉണക്കക്കപ്പൊക്കെ രാവിലെ വെറുതെ വേവിച്ച് ഉപ്പും തേങ്ങ ഇതുപോലെ വെറുതെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ കഴിക്കാറുണ്ട്. അല്ലാത്തൊരു ഡിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തൊടുപുഴക്കാരുടെ അല്ലെങ്കിൽ കോട്ടയം ആ ഒരു ഭാഗത്തേക്കുള്ള ഡിഷ് പിടിയും കോഴിയാണ്. അങ്ങനത്തെ എല്ലും കപ്പയുണ്ട്. പക്ഷെ വീട്ടിൽ അങ്ങനെ എല്ലും കപ്പ ഉണ്ടാക്കാറില്ല. ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കാറില്ല. പക്ഷെ അവിടെ ഉണ്ടാക്കുന്ന വീടുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതേ ഞാൻ അരപ്പിടുകയാണ്. ഒന്ന് ചെറുതായിട്ട് ഒതുക്കിയെടുത്ത് അരപ്പ്. ഇനി അരപ്പൊന്ന് ചെറുതായിട്ടൊന്ന് നല്ലോട്ടെ നമുക്ക് അടച്ചു വെക്കാം. ഈ ചക്കക്കാലം ആയാലുണ്ടല്ലോ, ഞങ്ങളുടെയൊക്കെ വീടുകളിൽ ഏതെങ്കിലും ഒരു പറമ്പിൽ നിന്ന് നാട്ടുകാരെല്ലാവരും കൂടി, അയൽപക്കത്തുള്ള കുറച്ച് വീട്ടുകാർ കൂടി ഒരുമിച്ച് ചക്ക പറിക്കും. എന്നിട്ട് അതൊരു ഭംഗിയുള്ളൊരു ഒരു കൂട്ടമാണ്. കുറച്ച് പേര് ഒരുമിച്ച് കൂടി ഇരുന്നിട്ട് കുറെ ചേച്ചിമാരിങ്ങനെ ചക്ക എടുത്തിട്ട് ഏതെങ്കിലും ഒരു വീട്ടിലായിരിക്കും കുക്ക് ചെയ്യുക. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും ആ വീട്ടിൽ ഈ കറണ്ട് കെട്ടിന്റെ ഒക്കെ സമയത്ത് എല്ലാവരും കൂടെ വട്ടം കൂടി ഇരുന്നിട്ട് ഒരുമിച്ചാണ് ഇത് ഷെയർ ചെയ്ത് കഴിക്കുക. എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് കംപ്ലീറ്റ് അങ്ങനെയായിരുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ ഇതൊരു ഭയങ്കര ഒരു ഫീലുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞത്. ചക്ക എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത്രയും ഈൽഡുള്ള ഒരു കായികം. നമ്മുടെ ആഹാരം എന്താ ഈ നോക്കട്ടെ. ആ ആവിയില് തേങ്ങയുടെയും ജീരകത്തിന്റെയും കൂടെ മണം. ഇതിന്റെ കൂടെ ഒരു കാന്താരി ചമ്മന്തി കൂട്ടാം. ഇതിന്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ എന്താ അറിയോ? ഇപ്പൊ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ നല്ല കോമ്പിനേഷൻ. നമ്മുടെ കടുമാങ്ങ ഇല്ലേ, കടുമാങ്ങ അച്ചാർ അസാധ്യ കോമ്പിനേഷൻ ആണ് ചക്കപ്പുഴുക്കിന്റെ കൂടെ. നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡിയായി. ചക്കപ്പുഴുക്ക് ഭയങ്കര രസമായിട്ട് എളുപ്പത്തിൽ ഇതിങ്ങനെ ഉണ്ടാക്കിയതുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു പരുവ്. ഇതിങ്ങനെ ഒരു ഹൽവയുടെ കണക്ക് അനങ്ങാതെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതിനകത്ത് അവസാനം ഇവർ കറിവേപ്പിലയൊക്കെ ലാസ്റ്റാണ് പോലും ഇടുന്നത്. അപ്പോൾ കറിവേപ്പില നമ്മൾ കുറച്ച് വെതറി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ചിലർ ഇത് കറിവേപ്പില ചേർത്ത് ഈ അരപ്പിന്റെ കൂടെ തന്നെ ഇടുന്നവരുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ കുറച്ച് മത്തി മുളകിട്ട കറി, കുടംപുളി ഇട്ടിട്ട് മുളകും പുളി അരച്ച പോലെ വെച്ച ഒരു ചാർച്ച്, നീട്ടിയ ചാറ് ഒഴിച്ചിട്ട് ഇങ്ങനെ ഒരു മത്തി മുള്ളോട് കൂടി ഹോൾ ഫിഷ് കട്ട് ചെയ്യരുത്, ഒരു ചെറിയ മത്തി അതുപോലെ ഇങ്ങനെ കിടക്കണം. എന്നിട്ട് ഇങ്ങനെ അടത്ത് കഴിക്കുക. അല്ലെങ്കിൽ ഇത്തിരി കാന്താരി ചമ്മന്തി. ഇനി ഒന്നുമില്ലെങ്കിൽ ഇച്ചിരി പുളിശ്ശേരി, കാച്ചിയ പുളിശ്ശേരി, മോര് കാച്ചിയതും കൂടി ഇതിനകത്ത് ഒഴിച്ച് ഇത്തിരി ചോറൂടെ കുഴച്ച് വരട്ടിയ ഒരു നാരങ്ങ അച്ചാറോ മാങ്ങ അച്ചാറോ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഈ മലയാളി ഇതൊന്ന് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. ഇച്ചിരി ഇതേ കപ്പപ്പുഴുക്ക്, ഒരു മത്തിക്കറി, മുളകരച്ച ചക്കപ്പുഴുക്ക്, ഒരു മത്തിക്കറി, ഒരിത്തിരി ചമ്മന്തി, ഒരു മോര് കാച്ചിയത്, ഒരു തവി ചോറ് കുറച്ചും ചക്ക കൂടുതലും. ഇനി എനിക്ക് പറയാൻ വാക്കുകളില്ല, ഒന്നും പറയാനില്ല.
ഇത് കഴിച്ചിട്ടില്ലാത്തവരുണ്ടാവണമെന്നില്ല. എന്നാൽ പോലും പുതിയ ജനറേഷനൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ ദൂരെയൊക്കെ നിങ്ങൾ ഈ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിലും ചക്ക കിട്ടിയാൽ സിമ്പിൾ റെസിപ്പിയാണ്, ട്രൈ ചെയ്യണം. താങ്ക് യു, അമേസിങ് സീസണാണ്. അപ്പം എന്തായാലും ഇതിന് വന്നതിൽ നമ്മൾ വെറും കൈയോടെ വിടത്തില്ല, ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഇതേ ആദ്യം തന്നെ നോൾട്ടയുടെ ഒരു പ്രീമിയം കുക്ക് വെയർ. ഇനി ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാനായിട്ട് ഇത് അമ്മയ്ക്ക് തന്നെ കൊണ്ടുകൊടുക്കണം. ആയിക്കോട്ടെ, ഓക്കെ. തീർന്നിട്ടില്ല, ഇനി വേറെ ഒരു സാധനമുണ്ട്. ഇത് അമിയോന്റെ ഹാൻഡ് മിക്സറാണ്. ഇനിയിപ്പോൾ അവിയലിനും ഇതുപോലൊക്കെ തേങ്ങയൊക്കെ മിക്സിക്കകത്തൊക്കെ ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ട് പല സംഭവങ്ങളും ചെയ്യാം. ഇതിങ്ങനെ വെച്ചിട്ട് പ്രൊഫഷണൽ ഷെഫ്സിന്റെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ കറക്കിയൊക്കെ പുതിയ സാധനം വിചാരിച്ചാണ്. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ ഉണ്ട്. ഇതൊരു ഹാൻഡ് മിക്സറാണ്. ഇനി നമ്മുടെ പഴശ്ശിയുടെ ഗിഫ്റ്റ് ഹാമ്പർ. താങ്ക് യു സോ മച്ച്. നമ്മുടെ പ്രേക്ഷകരോട് ഒരു നന്ദിയോടെ പറഞ്ഞിട്ട് പോവാം. അതെ, ഒരുപാട് സന്തോഷം. ഞാൻ ഒരുപാട് നാളായിട്ട് കാണണം എന്ന് വിചാരിച്ചിരുന്നതാണ് ഷെഫിന്റെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും അതിനുവേണ്ടി തന്നെ വരണം എന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ ബിഫോർ ദാറ്റ് എനിക്ക് ഇങ്ങോട്ടേക്ക് ഒരു ഇൻവൈറ്റ് കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ പുതിയൊരു അതിഥിയായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. നമസ്കാരം. വീണ്ടും ഒരു റെസിപ്പി. ഇത് മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ്. കാരണം മത്തി ഇഷ്ടമല്ലാത്ത ആരുമില്ല. അപ്പോൾ മത്തി വെച്ച് ഒരു സിമ്പിൾ റെസിപ്പി, മത്തി പൊള്ളിച്ചതെന്നാണ് ഈ ഒരു സംഭവം. അപ്പോൾ അത് വീട്ടിലൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ അത് ആദ്യം മത്തി നമുക്ക് ചെറിയ മത്തി കിട്ടുവാണെങ്കിൽ മറിനേറ്റ് ചെയ്യണം. മറിനേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് കറിവേപ്പില, അതിനോടൊപ്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യമുള്ള ഉപ്പ്, ലേശം കുരുമുളക് പൊടി. ഇതിനകത്ത് ഒരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു മറിനേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് വെള്ളത്തിന് പകരം ലേശം തേങ്ങാപ്പാലാണ് ഒഴിക്കുക. തേങ്ങാപ്പാൽ നന്നായിട്ട് ഇത് വെച്ചൊന്ന് മിക്സ് ചെയ്ത് ഇനി ഈ മത്തി ഇത് മറിനേറ്റ് ചെയ്യാണ്. മറിനേറ്റ് ചെയ്ത് വെച്ചു. ഒരു 10-20 മിനിറ്റ് ഇരിക്കും. അപ്പോഴത്തേക്ക് എൻ്റെ മസാല നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇത് ഗ്രില്ല് ചെയ്തിട്ട് ഈ മസാല അതിനോടൊപ്പം ചേർക്കുകയാണ്. പിന്നെ അടുത്തത് ഇനി ഇതിൻ്റെ മസാല റെഡിയാക്കുക. ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി, കുറച്ച് പച്ചമുളക്, കുറച്ച് സവാള, ലേശം കറിവേപ്പില. ഈ ഉള്ളിയും തക്കാളിയും ഇതിൻ്റെ ഒരു മസാല ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഫിഷ് ഗ്രില്ല് ചെയ്യണം. ആ ഗ്രില്ല് ചെയ്ത ഫിഷിലേക്കാണ് ഈ മസാല ചേർക്കുക. അപ്പോൾ അത് വീണ്ടും നമുക്കൊരു പാനിനകത്ത് ഇത് വയ്ക്കുകയാണ്. പാൻ ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ. ഇത് വാഴയിലയിലാണ് ഈ മീൻ നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുക. അപ്പോൾ പാനിനകത്ത് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് വാഴയില വെച്ചു. ഇലയിലും ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് കറിവേപ്പില അതിനകത്തിട്ടു. മറിനേറ്റ് ചെയ്ത മത്തി ഇലക്കകത്തിട്ട് നമ്മൾ പൊള്ളിച്ചെടുക്കുകയാണ്. മത്തി കറക്റ്റായിട്ട് ഇലക്കകത്ത് നമുക്ക് നല്ലപോലെ ഗ്രില്ലാക്കി കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കുക്കാവുന്നത് വേഗത്തിൽ കുക്കാവുന്ന മത്സ്യം നമുക്കറിയാം. അപ്പോൾ ഈ മസാല മറിനേറ്റ് ചെയ്ത മസാലയ്ക്കകത്ത് മത്തി ഈ ഇലയിൽ തന്നെ ഗ്രില്ലാകുമ്പോൾ നമ്മളിവിടെ മസാല റെഡിയാകുകയാണ്. ലേശം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഒരല്പം കുരുമുളക് പൊടി, ആവശ്യമുള്ള ഉപ്പ്,
ഇതിനകത്ത് ഫിഷ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. വാഴയില വാട്ടി ആ ഒരു ഫ്ലേവർ മൊത്തം ഇതിനകത്ത് വന്നു. ഓൾറെഡി മത്തി സാധാരണ നമ്മൾ മറിനേറ്റ് ചെയ്യുന്ന വെള്ളമൊക്കെ വെച്ചിട്ടാണ്. ഈ മറിനേറ്റ് ചെയ്ത പോലും തേങ്ങാപ്പാലിലാണ്. അതുകൂടാണ്ട് മസാലയ്ക്കകത്തും തേങ്ങാപ്പാലുണ്ട്. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഉള്ള ആ മസാല ഫിഷിനകത്ത് നന്നായിട്ട് വറ്റിയിരിക്കുകയാണ്. നമുക്കത് വേണമെങ്കിൽ നോക്കാം. ദേ ഹോൾ ഫിഷായിട്ട് ഇങ്ങനെ തന്നെ ഇത് കഴിക്കാം. അസാധ്യമായ രുചിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്യുക. മത്തി പൊള്ളിച്ച റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു സോ മച്ച്.